ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച ഉടൻ. അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിലേക്ക് തിരിച്ചു. സായ് കുമാർ വിവരങ്ങളുമായി വാർഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സായി, ചർച്ച തന്നെ നടക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. അതിനിടയിൽ ചർച്ച ഉടൻ ഉണ്ടാകും എന്ന തരത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് സായ് കുമാർ? റിജിത്ത്, ഇപ്പോൾ അമേരിക്ക തന്നെയാണ് ചില സുപ്രധാനമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതായത് അമേരിക്കയുടെ ഒരു വിദഗ്ധ സംഘം, ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയായ വിറ്റ്കോഫ് അടക്കം കുഷ്ണർ അടക്കമുള്ള ഒരു സംഘം ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടുകയാണ് എന്ന് വൈറ്റ് ഹൗസ് തന്നെയാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് ഇറാൻ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമായിരിക്കുന്നു, ഒരു ചർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നു, ആ ചർച്ച ഇതാ നടക്കാൻ പോകുന്നു എന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് പങ്കുവച്ചത്. പക്ഷേ കഴിഞ്ഞ ചർച്ചയിൽ നേതൃത്വം കൊടുത്ത വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇത്തവണ പോയിട്ടില്ല. അദ്ദേഹം അമേരിക്കയിൽ തന്നെയാണുള്ളത്. വിറ്റ്കോഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഇസ്ലാമാബാദിലേക്ക് പോയത് എന്നറിയുന്നു. അതേസമയം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖ്ചി, അദ്ദേഹവും ഇപ്പോൾ ഇസ്ലാമാബാദിൽ ഉണ്ട് എന്ന ഒരു വിവരം ചില മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അത് പക്ഷേ ഏതെങ്കിലും ചർച്ചയുടെ ഭാഗമായാണോ പോയത് എന്നത് സംബന്ധിച്ച് ഇറാൻ സ്ഥിരീകരണം നൽകുന്നില്ല. മറിച്ച് ഒരു ത്രിരാഷ്ട്ര സന്ദർശനം, റഷ്യയും പാകിസ്ഥാനും ഒമാനും അടക്കം 3 രാജ്യങ്ങൾ സന്ദർശിക്കുകയും നിലവിലെ ഇറാന്റെ സാഹചര്യങ്ങൾ, യുദ്ധ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർശനം നടക്കുന്നു എന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇസ്ലാമാബാദിലേക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സംഘവും ഇസ്ലാമാബാദിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ വെച്ച് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ച നമുക്കറിയാം, അമേരിക്കൻ സംഘം പോകാനൊക്കെ തയ്യാറെടുത്തിരുന്നുവെങ്കിലും ഇറാൻ പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. നാവിക ഉപരോധം നീക്കിയാൽ മാത്രമേ ചർച്ചയുണ്ടാകൂ എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു. ആ നിലപാടിൽ ഇപ്പോഴും ഇറാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഉപരോധം പിൻവലിക്കുന്ന കാര്യത്തിലൊന്നും അമേരിക്ക ഒരു നിലപാടും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അത് അതേപടി തുടരുകയുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലവിലെ ചർച്ചയ്ക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. എന്തായാലും രണ്ടാം ഘട്ടത്തിൽ ഒരു ടേബിളിന് ചുറ്റും ഈ രാജ്യങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു ഡെവലപ്മെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഉടൻ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരി, സായ് കുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച ഉടൻ ഉണ്ടാകും എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. നേരത്തെ സായ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇരു രാജ്യങ്ങളെയും ഒരു ടേബിളിനപ്പുറത്തും ഇപ്പുറത്തും ഇരിപ്പിക്കാൻ കഴിയുക എന്നതുപോലും പ്രധാനമാണ്. അതിനുശേഷം ആ ചർച്ചയിൽ ഒരു സമാധാനം ഉൾത്തിരിഞ്ഞു വരുമോ എന്നുള്ളതൊക്കെ സമാധാനം ആഗ്രഹിക്കുന്നവർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. സായ് കുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.